Hi guys, welcome back to a new video. ഇന്ന് നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. നമ്മൾ സാറിന് ചെയ്യുന്ന പോലെ ഒരു യൂഷ്വൽ യൂട്യൂബ് ട്യൂട്ടോറിയൽ വീഡിയോ അല്ല. ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് മലയാളം ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റ്, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ തന്നെ യൂട്യൂബ് വീഡിയോസിനായിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് ഏരിയാസിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. സോ ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് മലയാളം ഫോൺസ് ആണ്. ഞാനിവിടെ FML ഫോൺസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഏകദേശം 8 MB ഉണ്ട്. ഒരു RAR ഫയലാണ്. അത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് 224 ഫോണ്ടുകൾ കിട്ടും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഫോണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കാം. അതല്ലെങ്കിൽ ഫോണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫോൺസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഫോൺസ് ഇങ്ങനെ സെലക്ട് ചെയ്യുക, ഏതൊക്കെയാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതുമല്ല മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഫോൺസ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക, ഇവിടെ ഫോൺസ് എന്ന് സെർച്ച് ചെയ്യുക. ഫോൺസ് താഴത്തായിട്ട് ഫോൺ സെറ്റിങ്സ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് ഫോണ്ടാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഈ സെറ്റിങ്സിൽ ആഡ് ഫോൺസ് എന്ന സെക്ഷൻ്റെ അവിടെ കൊണ്ടുവരുമ്പോൾ മൗസ് പോയിൻ്ററിൻ്റെ ഐക്കൺ ചേഞ്ച് ആയി കോപ്പി എന്ന് കാണും. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോണ്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. കണ്ടോ, ആ ഒരു ഫോണ്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, FML TT അഷ്ടമുടി എന്നത്. ഇനി ഈ ഒരു ഫോണ്ട് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണമെങ്കിൽ ഈ ഒരു ഫോണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫോൺസ് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അതല്ല മൾട്ടിപ്പിളായിട്ട് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ, അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫോണ്ടേ ഒരു സമയം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ സമയം മൾട്ടിപ്പിൾ ഫോൺസ് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുക, C ഡ്രൈവിൽ പോവുക, വിൻഡോസ് ഫോൾഡർ ഓപ്പൺ ആക്കുക. ഇവിടെ ഫോൺസ് എന്നൊരു ഫോൾഡർ കാണാം. ഈ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ PC ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ഫോൺസും ഇവിടെ കാണാൻ പറ്റും. ഏത് ഫോണ്ടാണോ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ആ ഒരു ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഡിലീറ്റ്, ഹൈഡ് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡിലീറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിനി നമ്മുടെ ട്യൂട്ടോറിയൽ പോർഷനിലോട്ട് വരാം. ഫോട്ടോഷോപ്പിൽ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യണം എന്നാണ്. ഞാനിവിടെ ഓൾറെഡി ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഈ ഒരു ക്രിയേറ്റ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സൈസാണ്, സ്ക്വയർ സൈസ്. അതായത് 1080 പിക്സൽസ് വിഡ്ത്തും 1080 പിക്സൽസ് ഹൈറ്റും ഉള്ള ഒരു ഡയമെൻഷനാണ് ഞാൻ ഈ ഒരു ഡോക്യുമെൻറ്റിന് ഉദ്ദേശിക്കുന്നത്. പിന്നെ റെസൊല്യൂഷൻ 300 ഇട്ടു. ബാക്കി സെറ്റിങ്സൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഇടാം. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിന് ഇപ്പോൾ കാണുന്നത് ബാക്ക്ഗ്രൗണ്ട് ലെയർ മാത്രമാണ്. അതിനൊരു കളർ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ കാണുന്ന പെയിൻറ്റ് ബക്കറ്റ് ടൂൾ ഓപ്പൺ ആക്കുക, എന്നിട്ടൊരു കളർ സെലക്ട് ചെയ്യുക. തൽക്കാലം ഈ ഒരു കളർ കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു കളറായി. ഇനി നമുക്ക് ഈ കളറിന് മേലെ ഒരു ടെക്സ്റ്റ് കൂടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് മേലെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് ഒരു കുഴപ്പം വരുന്നത്. മലയാളം ടൈപ്പിംഗ് പലർക്കും അറിയത്തില്ല. അതായത് മെജോറിറ്റി ആളുകൾക്ക് മലയാളം എങ്ങനെ കീബോർഡ് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിക്കാം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് kuttipencil.in എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഫോൺസ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് മംഗ്ലീഷ് ടൈപ്പിങ്ങിനായിട്ട് നിങ്ങൾ ഗൂഗിൾ കീബോർഡിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു മലയാളം ടെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. മംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മതി. അത് നമ്മൾ ടെക്സ്റ്റ് അടിച്ചിട്ട് സ്പേസ് ബാർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മലയാളത്തിലോട്ടായിക്കോളും. ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ മലയാളി പൊളിയാട്ടോ എന്നടിക്കാം. മലയാളി പൊളിയാണെന്ന് മതി. ഓക്കെ, മലയാളി പൊളിയാണ്. നമ്മൾ ടെക്സ്റ്റ് അടിച്ചു. ഇനി നമ്മളിത് ചുമ്മാ കോപ്പി ചെയ്തിട്ട്
ഫോട്ടോഷോപ്പ് ഇടുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫോണിൽ കിട്ടത്തില്ല. ഫോട്ടോഷോപ്പ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നിർമ്മല UI എന്നൊരു ഫോണിലായിരിക്കും നമ്മൾ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ആക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ചുമ്മാ പേസ്റ്റ് ചെയ്യുവാണ്. ഇത് കറക്റ്റായിട്ട് വന്നില്ല, കണ്ട. മലയാളി പൊളിയാണെന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഇത് ഇതുപോലെയാണ് വന്നത്. അതുമാത്രമല്ല, നമ്മൾ ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്താണ് ടൈപ്പ് ചെയ്തത്. പിന്നെ ടെക്സ്റ്റ് ടൂൾ വെച്ച് ഈ ഒരു ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഫോണ്ട് എന്ന് പറയുന്നത് ഇത് നിർമ്മല UI എന്ന ഫോണ്ടാണ്. കണ്ട, നിർമ്മല UI എന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി വേണ്ടത് ഈ ഒരു ഫോണിലല്ല, എനിക്ക് മറ്റൊരു ഫോണ്ട്, അതായത് നമ്മൾ നേരത്തെ FML ഫോൺസ് ഡൗൺലോഡ് ചെയ്തായിരുന്നു, അതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ഫോണ്ട് ഉപയോഗിച്ചാണ് എനിക്കിവിടെ മലയാളം ടൈപ്പ് ചെയ്യേണ്ടത്. സോ നമ്മൾ ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മലയാളവും വരത്തില്ല, നമുക്ക് ആവശ്യമുള്ള ഫോണ്ടിലും ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്കിത് ബാക്ക് സ്പേസ് അടിക്കാം. ഈ ഒരു ലെയർ ഡിലീറ്റ് ചെയ്തേക്കാം. അതിനായിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഡിലീറ്റ് ബട്ടണിൽ കൊണ്ട് വെക്കുക. സോ അത് പോയി. അപ്പോൾ കറക്റ്റായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ഇതിനെ നമ്മൾ FML സീരീസിലോട്ട് കൺവേർട്ട് ആക്കണം. അതിന് മുകളിലുള്ള ഈ കൺവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു FML സീരീസ് എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് കോപ്പി ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഫോട്ടോഷോപ്പിൽ വരിക, ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്യുക, ഒന്ന് സിംഗിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ FML ഇന്ദുലേഖ എന്ന ഫോണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് വേറെ ഫോണ്ടുകളുണ്ട്, FML ഇന്ദുലേഖ ഹെവി, പിന്നെ താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നന്ദിത, ആതിര, അങ്ങനെ ഒരുപാട് ഫോൺസ് ഉണ്ട്. നമുക്കെല്ലാം നന്ദിതയിൽ ടൈപ്പ് ചെയ്യാം അല്ലേ. അപ്പം ഞാൻ നന്ദിത എടുത്തു. നന്ദിത ബോൾഡ് മാറ്റി റെഗുലർ മതി. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് പേസ്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, മലയാളി പൊളിയാണെന്ന്. ഇത് ഒന്ന് റീസൈസ് ഒക്കെ ചെയ്യണം. അതിനായിട്ട് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്ത് ഒന്ന് സിംഗിൾ ക്ലിക്ക് ചെയ്തു. ഇനി ഈ ഒരു ടെക്സ്റ്റ് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ വിൻഡോ വേണം, ഈ കാണുന്ന വിൻഡോ. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്യാരക്ടർ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. സോ നമുക്ക് ഈ ഒരു ക്യാരക്ടർ വിൻഡോ യൂസ് ചെയ്ത് ഇതിൻ്റെ സൈസ് ഒന്ന് പൊടിക്ക് കുറക്കാം. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്ത് ഈ ഓരോ വേർഡ്സും താഴ്ത്താക്കാം. പൊളി എന്നത് താഴത്തോട്ട് കൊണ്ടുവന്നു, പിന്നെ ആണ് എന്നുള്ളതും താഴത്തോട്ട് കൊണ്ടുവന്നു. ഇനി നമുക്ക് മലയാളി എന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് ഒന്ന് വലുതാക്കാം. സോ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ മറ്റൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മൗസ് കർസർ ആ ടെക്സ്റ്റിൻ്റെ അവിടെ കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ആരോ കീ സൈഡ് ആരോ മൂവ് ചെയ്യുവാണെങ്കിൽ ആ ടെക്സ്റ്റ് സെലക്ട് ആയിക്കോളും. ഇനി നമുക്കത് വലുതാക്കാം. ഞാനിപ്പോൾ മലയാളി എന്നതാണ് സെലക്ട് ചെയ്ത, മലയാളി വലുതാക്കി. മലയാളി പൊളിയാണ് അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്ത് ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് ആക്കാം. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ സംഭവം വരും. ഇനി പൊളി എന്നുള്ള സംഭവം നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൽ ചെറിയ എഡിറ്റ്സ് വരുത്താം. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് എൻ്റെ കർസർ അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തു, എൻ്റെ ആരോ കീ യൂസ് ചെയ്താണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് പൊളി എന്നുള്ളത് നമുക്ക് നൈസായിട്ട് പൊടിക്ക് വലുതാക്കാം. ഓക്കെ, ഈ ഒരു ലെവൽ മതി. ഓക്കെ, ഇനി ഈ V എന്ന സംഭവം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഓരോ ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ് അവിടെ കൂടുകയാണ്. കൂട്ടുന്നതനുസരിച്ച് ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ് കൂടും, കുറയുന്നതനുസരിച്ച് സ്പേസിങ് കുറയും. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ലെവലിൽ കൊണ്ട് വെക്കാം. പിന്നീട് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു സാധനമാണ് ഈ A എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ആക്ച്വൽ നെയിം എന്താണെന്ന് എനിക്കറിയത്തില്ല. സെറ്റ് ദ ബേസ് ലൈൻ ഷിഫ്റ്റ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബേസ് ലൈൻ ഷിഫ്റ്റ്, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ടെക്സ്റ്റ് ഇങ്ങനെ മുകളിലോട്ടും താഴത്തോട്ടും ഒക്കെ കൊണ്ടുപോകാം. ഓക്കെ, ഏകദേശം നമുക്ക് ഇവിടെ വെക്കാം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് താഴത്തെ പൊളി കഴിഞ്ഞിട്ടുള്ള ആണെന്ന ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ടെക്നിക്ക്, അതായത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എൻ്റെ ആരോ കീ യൂസ് ചെയ്താണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതും പൊടിക്ക് ചെറുതാക്കി, പിന്നെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഈ ഒരു സംഭവം വെച്ചാണ് ആണെന്നുള്ളതും ഞാൻ മുകളിലോട്ടാക്കിയത്. സോ നമ്മൾ ഒരു നൈസ് ടൈപ്പോഗ്രഫിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അത്രയ്ക്ക് നൈസല്ല, കാരണം ഈ ഒരു ഫോണ്ടിൻ്റെ പ്രശ്നമാണ്. ഫോണ്ട് അത്ര ഒരു നല്ല ഫോണ്ടല്ല. വേണം നമുക്കൊന്ന് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഫോണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ കൺട്രോൾ ചെയ്യുകയാണ് കേട്ടോ, ഫുൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത്.
എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ FML നന്ദിത എന്നാണ് ഫോണ്ട് കിടക്കുന്നത്, അത് മാറ്റി വേണം ഇന്ദുലേഖ ആക്കാം. ഇപ്പോൾ നമ്മൾ ഫോണ്ട് ഇന്ദുലേഖ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൽ ചേഞ്ചസ് വരുത്താം. നിങ്ങൾ തന്നെ ചെറുതായിട്ട് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമ്മൾ പലതും പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ടെക്സ്റ്റ് ഞാൻ വീണ്ടും കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സും എഡിറ്റിങ് കാര്യങ്ങളൊക്കെ, അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന എഡിറ്റ്സ് തന്നെ പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ക്യാരക്ടർ വിൻഡോ യൂസ് ചെയ്ത എഡിറ്റ്സാണ്. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് FML ഇന്ദുലേഖയാണ്. ഞാനിപ്പോൾ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം വരുത്തി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ഒരു ഇമേജ് സേവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഫയലിൽ പോവുക, എന്നിട്ട് സേവ് ആസ് കൊടുക്കുക. നമുക്ക് സേവ് ചെയ്യാനുള്ള ലൊക്കേഷൻ തൽക്കാലം ഡെസ്ക്ടോപ്പ് കൊടുക്കാം. ഇതിൻ്റെ ഫയൽ നെയിം മലയാളം ടൈപ്പോ എന്ന് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഫയൽ ടൈപ്പ് JPEG സെലക്ട് ചെയ്യാം. ബാക്കി സെറ്റിങ്സൊക്കെ അതുപോലെ ഇടുക. ദെൻ സേവ് കൊടുക്കുക. ഇവിടെ ഈ ഒരു സ്ലൈഡർ ഡ്രാഗ് ചെയ്ത് മാക്സിമം ക്വാളിറ്റിയിലാക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഇമേജ് ഒന്ന് നോക്കാം. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഇറ്റ്സ് മീ ഗോപു സൈനിങ് ഓഫ്. സീ യു ഓൾ. ബൈ ഗൈസ്.